ഇവിടെ ഭയങ്കര പൂക്കച്ചവടം നടക്കുന്നുണ്ട്. 2 കിലോ 2 കിലോ തവണ വാരിക്കൊടുക്കുന്ന 2 കിലോ 2 കിലോ. ഗായ്സ്, നമ്മളുടെ ഉത്രാടപ്പാച്ചിൽ ഇതാ ഇവിടെ ബാറിന്റെ അടുത്ത് നിന്ന് നമ്മൾ തുടങ്ങുകയാണ്. ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ബത്തേരി ടൗണിലെ തിരക്കാണ് കേട്ടോ. ഇന്ന് 1-ാം ഓണം അല്ലടി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബത്തേരി അങ്ങാടിയിൽ ഓണത്തിൻ്റെ തിരക്കുകളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അവിടുന്ന് കുറേ ആൾക്കാർ നടന്നു വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ കുറേ ആളുകൾ നിൽക്കുന്നുണ്ട്. കൂടുതൽ ആളുകൾ ബാറിൻ്റെ ആ സൈഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഭയങ്കര ഓണത്തിൻ്റെ ഓഫറൊക്കെ ഉണ്ട്. ഇവിടെ ഇമേജിലൊക്കെ 1 ഓഫേഴ്സ് ആൻഡ് ഓഫേഴ്സ്. ഇങ്ങോട്ട് വരുമ്പോൾ അതവിടെ ഈ പ്ലാനറ്റിൽ ഓഫറിൻ്റെ അയ്യൊരു കളിയാണ്. നല്ല ഓഫർ ഉണ്ട് അല്ലേ? ഉത്രാടപ്പാച്ചിലിന് ഒരു ചേച്ചി പാഞ്ഞത് അങ്ങോട്ട് പോയി. പച്ചക്കറി കടയിൽ നല്ല ഓഫറുണ്ട്. കണ്ടല്ലോ നിങ്ങൾ, പച്ചക്കറി കടയിൽ ഓഫറുണ്ട്. ഇവിടെ അനുഗ്രഹ സ്റ്റേഷനറിയിൽ ഇവിടെ പച്ചക്കറി കടയിൽ ഇവിടെ ഓഫറുണ്ട്. ഗൈസ്, ഇങ്ങോട്ട് നോക്കടാ, നോക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ ആഘോഷങ്ങൾ വയനാട്ടിൽ ഇപ്രാവശ്യം ഓണത്തിൻ്റെ ആഘോഷം കുറച്ച് കുറവാണ്. എന്നിരുന്നാലും നല്ല ആഘോഷം തന്നെയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഇവിടെ പൊരിയൊക്കെ വെക്കുന്നുണ്ട്. നമ്മൾ തിരിച്ചു പോകുമ്പോ പൊരി വാങ്ങണം. പൊരി വാങ്ങണം. അതാ അവിടെ ഒരാൾ നിന്നിട്ട് എന്തൊക്കെയോ കണ്ട് ഞാൻ. അയാളത് അവിടെ നിന്നെന്തോ പ്രാർത്ഥിക്കുന്നുണ്ട്. യോ എന്ന് പറഞ്ഞിട്ട്. ഇങ്ങോട്ട് നോക്ക്, ഇവിടെ പലരും തിരക്കിയ ഭാരതില്. പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ ഉത്രാടപ്പാച്ചിൽ. പിന്നെ ബേക്കിലേക്ക് ഉത്രാടപ്പാച്ചിൽ. ഇവിടെ ഉത്രാടപ്പാച്ചിൽ പോകുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പോലീസുകാർ വേറെ പോലീസുകാരും പായുന്നുണ്ട്. ഗായ്സ്, ഭയങ്കര ബ്ലോക്കാണ്. ഇപ്പം ഇങ്ങോട്ട് നോക്കി ബ്ലോക്ക്, 1 ബ്ലോക്ക് ബേക്കിൽ. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയും ബ്ലോക്ക് ഗൈസ്, ബ്ലോക്ക്. ചെക്കന്മാരൊക്കെ യോ എന്ന് പറയുന്നുണ്ട്. ഇതാണ്ടോ ഏതാ ബ്ലോക്ക് നോക്കാം. അങ്ങോട്ട് എല്ലാവരും ഓണം ആഘോഷിക്കാനുള്ള തിരക്കിലാണ്. കണ്ടോ, വരുന്ന വഴിക്ക് സെഞ്ചുറിയിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. നാളെ തിരുവോണമാണല്ലോ. അപ്പോൾ അതിൻ്റെതായ തിരക്കുകൾ. അവിടെ പൂ വിൽക്കുന്ന ചേട്ടൻ ഇവിടെ ഇങ്ങോട്ട് നോക്കി ബ്ലോക്ക്. സുൽത്താൻ ബത്തേരിയിലെ ബ്ലോക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലോക്ക് ഓഫീസിൻ്റെ അടുത്ത് കൂടെ ഞങ്ങൾ പോകും. നല്ല തിരക്കാട്ടോ, നല്ല തിരക്കാണ്. ആർക്കും നേരല്ല, ഒന്ന് നിർത്തി കൊടുക്കണേ. അവിടെ മൈജിയിൽ 1 ഓഫറടി വണ്ടി നിർത്താൻ തരല്ലേ. നമുക്കൊന്ന് കയറി നോക്കിയാലോ? ഞാൻ തിരിഞ്ഞു വരുമ്പോൾ ആപ്പിളിൻ്റെ iPhone 14 കൊടുത്തിട്ട് 15. നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നമ്മൾ പെഡ്ലോക്ക് ബേസിക്സ് വിൽട്ടൻ്റെ അവിടെ എത്തിയപ്പോൾ അവിടെ തിരക്ക്. ഇവിടെ 7 ഡേയ്സിൻ്റെ ഇവിടെ തിരക്കാണ്. ഇവിടെ അതിലേറെ തിരക്കാണ്. എല്ലാവരും തിരക്കിലതാ പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങോട്ട് നോക്ക്, തിരക്ക് മോനെ തിരക്ക്. 7 ഡേയ്സിൽ ഓഫർ ഉണ്ടോ? നമുക്ക് കയറി നോക്കാം. ഓക്കെ, മാച്ചെന്താ ഇങ്ങോട്ട് കയറുന്നേ? പാപ്പച്ചിക്ക് ഗായ്സ് ഈ ഒരു ഉണ്ടയും ചായയും എന്നുള്ള ഒരു ചിന്തയുമായിട്ട് ജീവിക്കുന്ന എൻ്റെ ഡാഡി. ഗായ്സ്, ഉത്രാടപ്പാച്ചിലിൻ്റെ തിരക്കാണ്ട്. അങ്ങോട്ട് നോക്ക്, ഫുൾ തിരക്ക്. അവിടുന്ന് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ 7 ഡേയ്സിൽ എന്തൊക്കെയോ ഓൺ ഓഫർ ഉണ്ട്. 7 ഡേയ്സിൽ തിരക്കാണ്. ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയും തിരക്ക്. കണ്ട തിരക്കുകൾ ഫുൾ ബ്ലോക്കാണ്. റോഡിലൊക്കെ ബ്ലോക്ക്. നമ്മളെ 7 ഡേയ്സിൻ്റെ മുമ്പിൽ അവിടെ പൂക്കൾ വിൽക്കുന്നുണ്ട്.
നമ്മള് ചെക്കന്മാരിവിടെ പൂ വെക്കുന്നുണ്ട് കേട്ടോ. 2 കിലോ 100 രൂപ. അച്ചാറല്ലടാ, അച്ചാറൊക്കെ അടിപൊളിയല്ലേ? സെറ്റ് താണ്ടില്ല, എല്ലാരും വന്ന് വാങ്ങുന്നുണ്ട് കേട്ടോ. 7 ഡേയ്സിന്റെ നേരെ ഓപ്പോസിറ്റ്. ഗായ്സ് ഇവിടെ ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കാണ് കേട്ടോ. അതാണ്ടോ വണ്ടികൾ പെരും പോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇവിടെയും പോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനിത് അവിടുന്ന് പൊരി വാങ്ങാൻ വേണ്ടി വന്ന. പൊരിക്ക് എത്ര റുപ്യ? എത്ര? 4 സെർ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ 4 സെറാ? അങ്ങനത്തെ 2 പാത്രം തരും. 4 അതുകൊണ്ട് ഇവിടേക്ക് എന്തൊക്കെയോ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ 2 സെർ വാങ്ങി. ഇതാണ്ടോ സുൽത്താൻ ബത്തേരി നമ്മുടെ ലേശ പൊരി. രണ്ട് സെർ പൊരി വാങ്ങി ഇവിടുന്ന്. പെരുന്നിരക്കാട്ടോ അവിടെ. ആൾക്കാരൊക്കെ നല്ലോണം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കായിരിക്കും. നോക്കി കണ്ടോ, സൈഡിൽ കൂടെ ആൾക്കാർ, ആ സൈഡിലും നല്ലോണം ആൾക്കാരുണ്ട്. നമ്മളുടെ സുൽത്താൻ ബത്തേരി നഗര ഹൃദയത്തിൽ കൂടെ പോകുന്ന ഇതാ ഈ ഏരിയയിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ നമ്മളുടെ സ്വന്തം മാണിക്യം ഡിസൈനർ ജ്വല്ലറി ഉണ്ട്. ഉണ്ട് ഉണ്ടോ? ഇവിടെ നല്ലോണം ആളുകളുണ്ട്. ഇത് അവിടെ നമ്മളെ KSRTC ഉണ്ട്, നല്ല തിരക്ക്. ഇത് അവിടെ ചെമ്മണ്ണൂരിലൊക്കെ നല്ല തിരക്കുണ്ട്. റോഡ് സൈഡിൽ നല്ല ആളുണ്ട് അല്ലേ? ഇതവിടെ ആപ്പിൾ, ഓറഞ്ച്, മുസമ്പി. ഇതവിടെ പൂക്കച്ചവടം ഭയങ്കര. 2 കിലോ 100 രൂപ, 2 കിലോ 100 രൂപ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വെക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ വൈകുന്നേരം, ഞങ്ങൾ വൈകുന്നേരം ഒന്ന് ഇറങ്ങി ശരിക്കും എൻജോയ് ചെയ്തിട്ടോ. ഓണത്തിൻ്റെ തലേദിവസം, പെരുന്നാളിൻ്റെ തലേദിവസം, വിഷുവിൻ്റെ തലേദിവസം, ആ ടൈമിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. നല്ലൊരു എൻജോയ്മെൻ്റ് ആയി അല്ലേ? നൈസായില്ലേ ഗൈസ്? അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ഓണാശംസകൾ. ഇനിയും ഒരുപാട് കാലം ഓണം ആഘോഷിക്കാനും എല്ലാത്തിനും എന്തുണ്ടാവട്ടെ എന്ന് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ സംഭവം സെറ്റ്, പൊള്ളി, അടിപൊളി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്തോളി. ഓക്കെ ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുന്ന വഴിക്ക് ഇവിടെ മുഴുവൻ ട്രാഫിക്കാണ്. ഇവിടെയും ഫുൾ ട്രാഫിക് ജാമാണ്. അവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. 1 ട്രാഫിക് ജാം ഗായ്സ്. ട്രാഫിക് ജാം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഒരാൾ എന്നോട് പറയുകയാണ് ജാം എടുക്കട്ടെ എന്ന്. എന്നോടവർ പറയുകയാണ്, സുഹൃത്തുക്കളെ ആ ബ്രെഡ് എന്നല്ലേ ഞാനും പറഞ്ഞേ. ജാം എടുക്കട്ടെ എന്നല്ല ഞാൻ പറഞ്ഞത്, ബ്രെഡ് എടുക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്.